എൻ്റെ ഈ പുറകെ കാണുന്ന സ്ഥലമാണ് ജമലാബാദ് ഫോർട്ട്. പക്ഷേ ഈ ഒരു ഫോർട്ട് ഇപ്പം 2 വർഷത്തായിട്ട് ക്ലോസ് ആണ്. ഏകദേശം 2000 അടുത്ത് സ്റ്റെപ്പുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി പോകാൻ വേണ്ടി. ഈ ഒരു ഫോർട്ടിന് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ഗഡായിക്കൽ എന്നും കൂടെ പറയാറുണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ ഒരു കല്ലായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേര് വന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗം കുതിരമുക്ക ആ ഒരു ഫോറസ്റ്റ് റിസർവ് അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പം എന്താ പറയുക 2 വർഷമായിട്ട് ക്ലോസ് ആണ്. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ആദ്യം ക്ലോസ് ചെയ്തത്. അതായത് എന്താ പറയുക, ഈ വേനൽക്കാലത്തൊക്കെ ആൾക്കാർ കയറി പോകുമ്പം ചിലപ്പോൾ ഒരു ചെറിയൊരു തീപ്പോൾ മതിയല്ലോ കാട് കത്താൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ക്ലോസ് ചെയ്തത്. പിന്നെ മഴക്കാലത്ത് അവർ ക്ലോസ് ചെയ്യാറുണ്ട്. അതായത് പായലൊക്കെ പിടിച്ച് എന്താ പറയുക തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടുത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അത്യാവശ്യം ഈ പാറയുടെ കോർണറിലായിട്ടാണ്. അപ്പോൾ അവിടെ തെന്നാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്രയും ഇതുള്ളതുകൊണ്ട് ഈ 2 സീസൺ അവർ ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട്. അത് ലിമിറ്റഡ് ഒരു ടൈം വരെ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക 2 വർഷമായിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അവിടെ ചോദിക്കാൻ വേണ്ടി ആരുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ വന്ന സംജീതിന് വൈകുന്നേരം 4 മണിയായെങ്കിൽ ഒരു ചായ കുടിക്കാതെ പറ്റത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചായ പെട്ടിൻ്റെ അവിടെ നമുക്ക് നിർത്താം. അങ്ങനെ നമുക്കൊരു ചായ കുടിക്കാം. ഞങ്ങളിവിടെ കയറി വരുന്നിടത്ത് ചായക്കടയുടെ മെയിൻ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോനാന്ന് തോന്നുന്നു അവിടെ ചായ ഇട്ടുകൊണ്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ചായ പൊളിയായിരുന്നു. ചെറിയ ചെക്കനാന്ന് വിചാരിച്ചത്. പക്ഷേ ചെക്കൻ ഒരു ചെറിയ ചെക്കനല്ല എന്ന് ചെക്കൻ കാണിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ചായ കൊള്ളായിരുന്നു. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് കന്നഡയിലെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത കാജൂർ എന്നൊരു സ്ഥലം. അപ്പോൾ ഈ കാണുന്നൊക്കെ വെസ്റ്റേൺ ഗാർഡ് സെക്ഷനാണ്. പിന്നെ മാത്രമല്ല ഈ കുതിരമുക്ക റിസർവ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ മലനിരകളൊക്കെ അത്യാവശ്യം ആ ഭാഗത്ത് നിന്ന് ട്രക്ക് ചെയ്ത് വരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഒരു ബണ്ടാജ് എന്ന് പറഞ്ഞൊരു ഫാൾസ് ഉണ്ട്. അപ്പോൾ ഈ ഫാൾസിലോട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് പോകണമെങ്കിൽ 2 ദിവസത്തോളം വേണം. പിന്നെ ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലോട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഏകദേശം ഒരു 3 മണിക്കൂർ നമുക്ക് ട്രക്ക് ചെയ്താൽ ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ 2 ദിവസം എടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഉള്ള ഈ സ്ഥലം 2019 മഴക്കാലത്ത് മൊത്തം വെള്ളം കയറി മൂടിപ്പോയ ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ റോഡാണെങ്കിലും വീടാണെങ്കിലും മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായ ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ ആയിട്ട് ഒരു അമ്പലത്തിൽ എന്തോ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പൊക്കെ ആ ഒരു പാലത്തിൻ്റെ അവിടം വരെ ഞാൻ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ റോഡ് അത്യാവശ്യം ഇങ്ങനെ നീണ്ട് കിടക്കുവാണ്. അപ്പോൾ എവിടം വരെ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ വെറുതെ നോക്കാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ല കയറ്റാണ് ഈ ഭാഗത്തൊക്കെ റോഡ്. മലയുടെ ഭാഗത്ത് ചേർന്ന് കിടക്കുന്നുണ്ട്. മൊത്തം കയറ്റാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ നിന്ന് ആ പാലത്തിൻ്റെ ആ ഭാഗത്തിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ താഴെയായിട്ട് കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെയായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ പുഴയാണ്. പക്ഷേ ഈ വെയിലത്ത് ഈ ചൂടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വെള്ളം ഒന്ന് അരുവി പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരും കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ കുട്ടി, അയ്യോ പേടിക്കല്ലേ. കുട്ടി ഒന്ന് പാനിക്കായി വെറുതെ പാവം. കൂടുതൽ എന്നെ പേടിപ്പിച്ചു. ഈ പുഴയോട് ചേർന്നിരിക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പനമരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന കാണാം. അപ്പം നമ്മൾ ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ച് പോവുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ കോർണറിലായിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ജല്ലിക്കെട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ തുളുനാടിൽ ഈ കാളയാണോ പോത്താണോ എന്നറിയത്തില്ല, അതൊരു സംഭവത്തിന് ഒരു ട്രാക്ക് പോലെ ഒരു സംഭവം ഉണ്ടാവും 2 സൈഡിലായിട്ട്. അപ്പോൾ ഇവർ റേസിംഗ് പോലെ അതിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ റേസിംഗ് പോലെ കാളനെ ഓടിച്ചുകൊണ്ട് മനുഷ്യനും ഉണ്ടാവും, കാളനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടുള്ള പരിപാടി ഈ ഒരു സ്ഥലത്തുണ്ട്. അതിന് ഇവിടുത്തെ ആൾക്കാർ കമ്പള എന്നാണ് പറയുന്നത്. ഇതാണ് ആ സംഭവം. ഇങ്ങനെ നീണ്ടു നിവർത്ത കിടക്കുന്നുണ്ട്. ഏകദേശം എത്ര ഒരു മീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ട്രാക്കിന് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, ചന്ദ്ര പിന്നെ സൂര്യ എന്ന് പറഞ്ഞിട്ടൊക്കെ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതൊരു ഹരം കൊള്ളിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. ഞാനിപ്പോൾ പോകുന്നത് ദിടുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പം നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-16 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കളസ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്, കുതിരമുക്ക ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് കളസ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിലോട്ട് ഏകദേശം ഒരു 120 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു 15 കിലോമീറ്ററിനുള്ളിൽ എത്താൻ പറ്റാവുന്ന കൂട്ടുള്ള ഒരു റോഡുണ്ട്. പക്ഷേ എക്സ്ട്രീം ഓഫ് റോഡ്, എക്സ്ട്രീം കയറ്റം കൂടെയാണ്. ഈ ഇടയ്ക്കായിട്ട് അവിടെ റോഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ന്യൂസ് കേട്ടു. പക്ഷേ റോഡ് ടാറിങ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ അങ്ങനത്തെ പരിപാടി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഡിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കെട്ടാനുള്ള ഒരു, അതായത് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ടാക്കി വെക്കുക എന്നൊരു
ഉദ്ദേശത്തോട്ടുള്ള പണി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലവിൽ വിത്തൗട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവിടെ കയറി പോകാൻ സാധിക്കില്ല. പക്ഷേ ആ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്നിടത്തുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി അത് വേറെ ഒരു ലെവലാണ്. ഏകദേശം ഒരു 5 വർഷം മുമ്പ് കളസ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൽ നിന്നും ദിടുപ്പ് എന്ന ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിലോട്ട് ഈ മുകളിൽ കാണുന്ന ആ മലനിരകളുടെ ഇടയിലുള്ള റോട്ടിക്കരെ ഒരു 15 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് ഞാൻ സ്കൂട്ടറിൽ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും കയറി പോകാൻ പറ്റത്തില്ല. അപ്പം ആ സമയത്ത് പെട്രോളിന് കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്കര ഇറങ്ങി വന്നതാണ്. അപ്പം താഴെ ഇറങ്ങി വരുമ്പോഴത്തേനും ബ്രേക്കിൻ്റെ ലിവർ കട്ടായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു കാലാവസ്ഥയായിരുന്നു ഈ 2019 ആ സമയത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വരുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡൊക്കെ അത്യാവശ്യം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ കുറേ വലിയ വലിയ മരങ്ങളൊക്കെ റോഡിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കല്ല് വെച്ചൊക്കെ വണ്ടി കയറ്റിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു രസം കൂടെ ആയിരുന്നു. അപ്പം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലത്ത് കാണുന്ന റോഡ് ഒരു ഫോറസ്റ്റിലോട്ട് പോകുന്ന റോഡാണ്. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഗേറ്റ് ഇല്ലേ, ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു സംഭവം, ഒരു ചെറിയൊരു ഗേറ്റുണ്ട്. അപ്പോൾ ഈ റൈറ്റിൽ കാണുന്ന ഈ ഒരു വഴിയില്ലേ, ഈ വഴിക്കരയാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ കയറുന്നില്ല, കാരണം ഈ വണ്ടിയിൽ നമുക്ക് കയറാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയൊരു ഫ്ലെക്സ് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വിത്തൗട്ട് പെർമിഷൻ പോകാൻ പാടില്ല വിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് കാണുന്ന ഈ റൂട്ടിൽ ഞാനൊന്ന് പോവുകയാണ്. കാരണം ഇതുവരെ ഞാൻ ഈ റൂട്ട് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ റോഡൊക്കെ അത്യാവശ്യം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതന്നെ വലിയൊരു കാര്യം. ഇല്ലെങ്കിൽ ഈ റോഡ് അത്രയ്ക്കും അന്നേരം കല്ലുകളിൽ കൂടി മൊത്തം ചേറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, ചെറിയൊരു ജനസംഖ്യ ഇവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, റോഡ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല റോഡെന്ന് പറഞ്ഞു തീരുന്നത് ആ റോഡ് അവിടത്തോട് തീർന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഓഫ് റോഡാണ്. എത്ര ഓടിച്ചിട്ട് എത്തിച്ചാലും ഈ ഒരു വഴി ഉണ്ടാവുന്നില്ല. അതാണ്, ഒരുപാട് ക്രോസ് റോഡുകളും കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒറ്റൊരു വീട് കാണുന്നില്ല. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് യൂ ടേൺ അടിച്ചാലോ എന്ന് ആലോചിക്കുക. ഇതിപ്പോൾ ഒരുപാട് നേരമായി ഒരു പിടിയില്ലാതെ ഇത് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റോഡ് ഓടിച്ചിട്ട് എത്തിത്തീരുന്നില്ല. മാത്രമല്ല റോഡിൽ വലിയ വലിയ കല്ലാണ് കിടക്കുന്നത്. ഈ ചെറിയൊരു വീലായതുകൊണ്ട് അടിയിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് കവർ ചെയ്ത് പോകാൻ. അപ്പോൾ ഇത് നേരത്തെ വന്ന ആ റോഡിനെ ഞാൻ ആ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരു വാട്ടർഫാൾ കടമകുണ്ടി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാളാണ്. അപ്പോൾ ഇതുവരെ ഞാനിവിടെ പോയിട്ടില്ല. ഞാൻ ഈ ബോർഡ് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഒരു അഡൾട്ടിന് 200 റുപ്പീസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്, ക്യാമറയ്ക്ക് 350 റുപ്പീസും. ഇത് ഒടുക്കത്തെ ഒരു ചാർജായിപ്പോയല്ലോ ഇവരുടെ. പക്ഷേ ഇതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നത്. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പോയി നോക്കിയാലേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്ക് വരാം ഇവിടേക്ക്. രാവിലെ എന്താ പറയുക, ഇപ്പോൾ സമയമില്ല, ഇപ്പോൾ തന്നെ ലാസ്റ്റ് എൻട്രി സമയം 5 മണീൻ്റെ ഉള്ളിൽ ഫാൾസിൽ നിന്ന് എല്ലാവരും എക്സിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ സമയം 5:30, 6 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ച് വൈകുന്നേരം ദിവസം വരാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്കൂൾ കാണാം. അപ്പോൾ ഈ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഈ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്ന നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറാം. ചവിട്ടിയാ? അപ്പോൾ ഈ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ നിന്നും ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം മലകൾ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ. അപ്പം ഈ നമ്മുടെ കൂടെയുള്ള സംജീത് ഇതുവരെയായിട്ട് ഈ സ്ഥലം കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്സുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പം എന്താ പറയുക, മൊത്തത്തിൽ ഒരു അടിപൊളിയാണ്. അപ്പം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താ പറയുക, 2 ചേട്ടന്മാർ അവിടെ നിൽക്കുന്ന കണ്ട രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ രൂപമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യൂ പോയിൻറ്റാണ്, ഇവിടെയും വ്യൂ പോയിൻറ്റാണ്. അതായത് മലകളാണ് രണ്ടും. എന്താ പറയുക ആ ഒരു മല നോക്കി മൊത്തം പാറയുടെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ശേഷം നല്ല ബ്യൂട്ടിഫുള്ളാണ്. സൺ ആ ഭാഗത്ത് നിന്ന് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു വിസിബിലിറ്റി നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നും ഈ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെക്കുക. അപ്പം മുന്നോട്ട് നല്ല നല്ല കണ്ടൻറ്റ്സ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഓക്കെ വേണ്ട പോയല്ലേ, ബൈ. അപ്പോൾ നമുക്ക് പോകാം. ടാറ്റാ.